പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കനോണിന്റെ ന്യൂ മോഡൽ ഇങ്ക് ടാങ്ക് കളർ പ്രിന്ററായ കനോൺ പിക്സിമ G1730 എന്ന പ്രിന്ററിന്റെ ഡ്രൈവർ എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. വീഡിയോ കാണുന്ന മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നേരെ വീഡിയോയിലോട്ട് പോകാം. ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്താണ് നിങ്ങൾ സെർച്ചിൽ പോയിട്ട് കനോൺ സപ്പോർട്ട് ഇന്ത്യ എന്നുള്ള ജസ്റ്റ് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. അവിടെ ഈ ഫസ്റ്റ് കാണുന്ന സപ്പോർട്ട് എന്ന് കണ്ടില്ലേ, കനോൺ ഇന്ത്യയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ്. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. സൈറ്റ് ഓപ്പണായി വരുന്നു. ഇവിടെ നമുക്ക് ആദ്യം ചെയ്യാനുള്ള ഏറ്റവും സിമ്പിൾ മെത്തേഡിൽ നമുക്കിവിടെ സെർച്ച് ബൈ മോഡൽ നെയിം എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. അതവിടെ ജസ്റ്റ് നമ്മുടെ മോഡൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, സെർച്ച് ബൈ മോഡൽ നെയിം എന്നുള്ളത്. അല്ലെങ്കിൽ അതിൻ്റെ താഴെ നമ്മൾ പിന്നെ ഓരോരോ വേരിയൻറ്റ് സെലക്ട് ചെയ്തിട്ട് വേണം നമ്മൾ മോഡൽ കണ്ടെത്താൻ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവിടെ സെർച്ച് ബൈൻ്റെ അവിടെ നമ്മൾ പ്രിൻ്ററിൻ്റെ മോഡൽ ടൈപ്പ് ചെയ്യുക. അപ്പോൾ താഴെ അതിൻ്റെ ലിസ്റ്റ് വരും, അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്ത് നെക്സ്റ്റ് പേജിലോട്ട് പോകുന്നതാണ്. ഓക്കെ, അപ്പോൾ ആ നെക്സ്റ്റ് പേജിൽ ഓപ്പണായി വന്ന ആദ്യം നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക, ആൾറെഡി ഈ മോഡൽ പ്രിൻ്ററിൽ ആൾറെഡി നിങ്ങൾ USB കേബിൾ കണക്റ്റഡ് ആയിരിക്കണം, എങ്കിൽ മാത്രമേ ഡിറ്റക്റ്റ് ആവുകയുള്ളൂ. മുമ്പത്തെ മോഡൽ പ്രിൻ്ററിലൊക്കെ നമ്മൾ ഇവിടെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് അവസാന ഭാഗത്തുന്ന സമയത്താണ് ചോദിക്കുക. ഇവിടെ അങ്ങനെയല്ല, ആദ്യം തന്നെ USB കണക്ട് ചെയ്തിരിക്കണം. അവിടെ സെർച്ച് ബൈ മോഡൽ നെയിമിൻ്റെ അവിടെ കുറേ നമ്മളെ വിൻഡോസിൻ്റെയോ മാക്കിൻ്റെയൊക്കെ വെർഷൻസ് കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇതേപോലെ ബ്രാക്കറ്റിൽ ഡിറ്റക്റ്റഡ് എന്ന് കാണിക്കുന്നുണ്ടാവും. അത് സെലക്ട് ചെയ്തതിന് ശേഷം സെർച്ച് എന്ന് കൊടുക്കുക. അപ്പോൾ ഈ പേജ് ഒന്നുകൂടി റീലോഡ് ആവുന്നതാണ്. അപ്പോൾ അവിടെ അത് റീലോഡായി വന്നതിന് ശേഷം താഴെ കാണുന്ന ബ്ലൂ കളറിൽ ടൈപ്പ് ചെയ്തിട്ടില്ല G1737, അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്യുന്നതോടുകൂടി നെക്സ്റ്റ് പേജിലോട്ട് പോകും. അവിടെ ഡൗൺലോഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമുക്ക് ആവശ്യമുള്ള ഫയൽ ഡൗൺലോഡിങ് സ്റ്റാർട്ട് ആവുന്നതാണ്. അപ്പോൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക, ഡൗൺലോഡിങ് കംപ്ലീറ്റ് ആവുന്നത് വരെ. ഡൗൺലോഡ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ജസ്റ്റ് ആ ഫയലിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ആ ഫയൽ എക്സ്ട്രാക്ട് ചെയ്താണ് നമ്മൾ ഇൻസ്റ്റാളേഷൻ സോഫ്റ്റ്വെയർ ഫയൽ ഓപ്പൺ ആയി വരുന്നതാണ്. ഓക്കെ, ഇവിടെ താഴെ കാണുന്ന നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. നമ്മൾ ലാംഗ്വേജ് അല്ലെങ്കിൽ റെസിഡൻസ് ഏരിയ ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്നുള്ളത് കൊടുക്കുന്നു. അവിടെ യെസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ സെർച്ച് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നമ്മുടെ പ്രിൻ്ററിൻ്റെ പേര് വിത്ത് സീരിയൽ നമ്പർ ഇവിടെ കാണിക്കുന്നതാണ്. അപ്പോൾ അതിനെ ഞാൻ ആൾറെഡി പറഞ്ഞത് USB കേബിൾ കണക്റ്റഡ് ആയിരിക്കണം, എങ്കിൽ മാത്രമേ ഇവിടെ കാണിക്കുകയുള്ളൂ. അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് എന്നുള്ളത് കൊടുക്കുന്നു. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഇൻസ്റ്റാളിങ് കംപ്ലീറ്റഡ് എന്നുള്ള മെസ്സേജ് വരുന്നതാണ്. അത് വന്നു കഴിഞ്ഞാൽ നമ്മളെ വർക്ക് ഏകദേശം കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫയൽ ഓപ്പൺ ചെയ്തുകൊണ്ട് ജസ്റ്റ് പ്രിൻ്റ് കൊടുക്കാവുന്നതാണ്. ഞാൻ ഇപ്പോൾ സാമ്പിൾ കാണിക്കാൻ വേണ്ടി കൺട്രോൾ പാനൽ ഓപ്പൺ ചെയ്യുന്നു. അതിൽ ഡിവൈസസ് ആൻഡ് പ്രിൻറ്റേഴ്സ് ഓപ്പൺ ചെയ്തുകൊണ്ട് ജസ്റ്റ് ഒരു ടെസ്റ്റ് പേജ് കൊടുത്ത് കാണിച്ചു തരാം. ഡിവൈസ് ആൻഡ് പ്രിൻറ്റേഴ്സ് ഓപ്പൺ ചെയ്യുന്നു. അവിടെ ഞാൻ എൻ്റെ ലാപ്പിൽ കുറേ പ്രിൻറ്റേഴ്സ് കണക്ട് ചെയ്തുകൊണ്ടാണ് ലിസ്റ്റുള്ളത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫസ്റ്റ് തന്നെ കനോൺ G1030 സീരീസ് എന്ന് കാണാൻ സാധിക്കും. ആക്ച്വലി പ്രിൻ്ററിൻ്റെ പേര് G1730 എന്നാണെങ്കിലും കനോണിൻ്റെ ഡ്രൈവേഴ്സ് സോഫ്റ്റ്വെയറിലൊക്കെ G1030 എന്നാണ് വരിക. കാരണം G1000 സീരീസിലെ മൂന്നാമത്തെ എഡിഷനാണിത്. അപ്പോൾ അത് ജനറേഷനാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ആ പേര് വന്നിട്ടുള്ളത് എന്നാണ് തോന്നുന്നത്. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ആ പേരിൻ്റെ അവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അതിൽ പ്രോപ്പർട്ടീസ് എടുത്തുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് സെൻറ്ററിൽ കാണാൻ സാധിക്കും പ്രിൻറ്റ് ടെസ്റ്റ് പേജ് എന്നുള്ളത്. ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്നും പ്രിൻ്ററിലേക്ക് കമാൻഡ് പോയി പ്രിൻറ്റ് ചെയ്ത് വരുന്നത് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ജസ്റ്റ് സിസ്റ്റം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്താൽ മതി, പ്രോബ്ലം സോൾവ് ആവുന്നതാണ്. ഓക്കെ.
താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.